ഹലോ ഫ്രണ്ട്സ്, മനൂസ് വർക്ക്ബെഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഓട്ടോമാറ്റിക് സോളാർ ലൈറ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് ഇതോടെ 4 ഇഞ്ച് PVC പൈപ്പ് ആവശ്യമുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് അതിനെ ചൂടാക്കി ഒരു PVC ഷീറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ എൻക്ലോഷർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് വരയിട്ട ഭാഗം മാത്രം ഒരു ലാമ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചൂടാക്കി ബെൻഡ് ചെയ്തെടുക്കണം. ബെൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വി ഷേപ്പായിട്ടുള്ള ഒരു ആകൃതിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 2 സൈഡ് പീസസ് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അതിന് നമുക്ക് ഇതുപോലെ ഒരു 2 ട്രയാങ്കിൾ ഷേപ്പ് ഒരു PVC ഷീറ്റിൽ വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ 2 ട്രയാങ്കിൾ പീസസ് ഫ്ലെക്സ് ക്യൂക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പശ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്. സർക്യൂട്ട് വെക്കാനുള്ള ആ ബോക്സ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഒരു അറ്റത്തൊരു ഹോള് ഉണ്ടാക്കാൻ, നമുക്ക് സോളാർ പാനൽ വെക്കാനുള്ള ഒരു ഹോള് വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഒരു 6 വോൾട്ട് സോളാർ പാനലാണ്. ഇനി ആ സോളാർ പാനലിൻ്റെ പ്ലസിലും മൈനസിലേക്കും ഒരു റെഡും ബ്ലാക്ക് വയർ സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ സോൾഡർ ചെയ്ത 2 വയർ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളിലേക്ക് ഇറക്കി നമുക്ക് ആ സോളാർ പാനൽ അവിടെ സ്മൂത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പോലത്തെ ഒരു 4 വോട്ടിൻ്റെ LED പാനലാണ്. ഇനി നമുക്ക് ആ LED പാനൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് LED പാനൽ ഒട്ടിച്ച ആ സൈഡിലേക്ക്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഒരു 4 ഹോള് ഇതുപോലെ ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ ആ LED പാനലിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഓരോ റെഡ് വയറും അതുപോലെ തന്നെ ബ്ലാക്ക് വയറും സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കണം. ഇനി നമ്മൾ സോൾഡർ ചെയ്ത വയറുകളെല്ലാം നേരത്തെ ഇട്ട ഹോളിൽ കൂടെ കടത്തി അകത്തേക്കൂടെ എടുക്കണം. നമ്മൾ കടത്തിയെടുത്ത വയറുകളിൽ നിന്ന് പോസിറ്റീവ് വയറെല്ലാം ഒരുമിച്ച് കൂട്ടിപ്പിരിച്ച് നമ്മൾ സോൾഡർ ചെയ്യണം. അതുപോലെ തന്നെ നെഗറ്റീവ് വയറുകളും ഒരുമിച്ച് കൂട്ടിപ്പിരിച്ച് സോൾഡർ ചെയ്യണം. ഫ്രണ്ട്സ്, എനിക്ക് കണക്ഷൻസ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി ഈസി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലത്തെ 2 ലിഥിയം അയൺ ബാറ്ററി ആവശ്യമുണ്ട്. ഇത് 3.7 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ്. ഇത് നമ്മൾ ഒരുമിച്ച് ടേപ്പ് ചെയ്തിട്ട് അതിൻ്റെ 2 പോസിറ്റീവിലേക്ക് വയർ സോൾഡർ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിൻ്റെ 2 നെഗറ്റീവിലേക്കും സോൾഡർ ചെയ്ത് ഒരു വയർ പുറത്തേക്ക് എടുക്കണം. ഇനി നമുക്ക് ഇതുപോലത്തെ ലിഥിയം അയൺ ബാറ്ററി ചാർജർ ബോർഡ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് ബോർഡിൻ്റെ B+ലേക്കും അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവ് ബോർഡിൻ്റെ B- സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു BC547 ട്രാൻസിസ്റ്റർ ആവശ്യമുണ്ട്. ഇതാണ് ട്രാൻസിസ്റ്ററിൻ്റെ പിൻ ഔട്ട്. ഫസ്റ്റ് പിന്ന് കളക്ടർ, സെക്കൻഡ് പിന്ന് ബേസ്, തേർഡ് പിൻ എമിറ്ററാണ്. എമിറ്ററിൻ്റെ പിന്ന് നമ്മൾ ചാർജർ ബോർഡിൻ്റെ ഔട്ട്- സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു 4.7K റെസിസ്റ്റർ ആവശ്യമുണ്ട്. റെസിസ്റ്ററിൻ്റെ ഒരു ലെഗ്
നമ്മുടെ ചാർജർ ബോർഡിൻ്റെ പോസിറ്റീവിലേക്കും റെസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ ലെഗ് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 1N4007 ഡയോഡ് ആവശ്യമുണ്ട്. ഈ ഡയോഡിൻ്റെ വരയിടാത്ത ഭാഗം ബോർഡിൻ്റെ ഇൻപുട്ട് മൈനസിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി വരയിട്ട ഭാഗത്ത് നിന്ന് ഒരു വയർ സോൾഡർ ചെയ്തിട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് ഒരു ബ്ലാക്ക് വയർ ഇതുപോലെ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇനി നമ്മൾ ബോർഡിൻ്റെ ഔട്ട് പ്ലസിൽ നിന്ന് ഒരു റെഡ് വയർ സോൾഡർ ചെയ്ത് പുറത്തേക്ക് എടുക്കുക. ഇനി നമുക്ക് ഡയോഡിൻ്റെ വരയിട്ട ഭാഗം സോളാർ പാനൽ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് നമ്മുടെ ബോർഡിൻ്റെ ഇൻപുട്ട് പ്ലസിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യമേ പുറത്തേക്ക് എടുത്ത കളക്ടറിൽ നിന്ന് എടുത്ത 2 വയറുകളും നമ്മൾ LED പാനലിൻ്റെ പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും ഇതുപോലെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഹീറ്റ് സ്ലീവ് യൂസ് ചെയ്തിട്ട് നമുക്കതിന് ഇൻസുലേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു സ്ലൈഡ് സ്വിച്ച് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഈ സ്വിച്ച് ബാറ്ററിയുടെ പോസിറ്റീവിൻ്റെ 2 വയറിലേക്കും സോൾഡർ ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സർക്യൂട്ട് എല്ലാം കംപ്ലീറ്റ് ആയതുകൊണ്ട് നമുക്കിനി നമ്മൾ കണക്ട് ചെയ്ത എല്ലാ സർക്യൂട്ടുകളും ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു PVC ഷീറ്റ് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ആ ഷീറ്റ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ ബോക്സിൻ്റെ പുറത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും, ഇപ്പോൾ സോളാർ പാനലിൻ്റെ മുകളിൽ വെട്ടമില്ലാത്ത സമയത്ത് നമ്മുടെ LED പാനൽ കത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. വെയിലുള്ള സമയത്ത് ബാറ്ററി ചാർജ് ആവുകയും നമ്മുടെ ആ ബാറ്ററിയിലുള്ള ആ ചാർജ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ LED പാനൽ കത്തുന്നത്. ബാറ്ററി ചാർജ് ആവുന്ന സമയത്ത് അവിടെ ഒരു LED ഇൻഡിക്കേറ്റർ ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ മനസ് വർക്ക്ബെഞ്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ടിൽ ദെൻ, ഗുഡ് ബൈ.